നമസ്കാരം. പൂജാപുഷ്പം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ വിഷ്ണു സഹസ്രനാമം ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും പവിത്രമായ സ്തോത്രങ്ങളിലൊന്നാണ് ശ്രീ വിഷ്ണു സഹസ്രനാമം. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തിന് ശേഷം ധർമ്മപുത്ര ശരശയ്യയിൽ വീണുകിടക്കുന്ന ഭീഷ്മരോട് വിവിധ ധർമ്മങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ തേടുന്നുണ്ട്. അവയെല്ലാം ഉപദേശിച്ചു കൊടുത്ത് ഭീഷ്മരോട് ധർമ്മപുത്രർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തത്. മഹാവിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രത്തിന് അതുല്യമായ മാഹാത്മ്യമുണ്ട്. ഓരോ നാമവും ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകളെയും വിശ്വവ്യാപകത്വത്തെയും കുറിക്കുന്നു. ഈ നാമങ്ങൾ നിത്യവും ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന മനുഷ്യന് ജ്ഞാനവും വിജയവും സമ്പൽ സമൃദ്ധിയും സുഖവും ലഭിക്കുന്നതാണെന്നും വ്യാസഭഗവാൻ പറയുന്നു. ഗണപതി, വ്യാസൻ, മഹാവിഷ്ണു എന്നീ ദേവതകളെ ധ്യാനിച്ചുകൊണ്ട് സഹസ്രനാമം ചൊല്ലിത്തുടങ്ങാം. അംഗന്യാസങ്ങളോടെ ചൊല്ലണമെങ്കിൽ ഗുരുപദേശം തേടേണ്ടതുണ്ട്. അതിനാൽ സാധാരണക്കാർ ധ്യാന ശ്ലോകം ചൊല്ലി ഭഗവാനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് സഹസ്രനാമം സ്തോത്രങ്ങളായോ നാമാവലിയായോ ചൊല്ലിത്തുടങ്ങാം. ഈ ക്ലാസ്സിൽ ഓരോ ശ്ലോകത്തിൻ്റെയും സരളമായ അർത്ഥം വിശദീകരിക്കുന്നുണ്ട്. ആത്മീയതയിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഈ പുണ്യ സ്തോത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ യത്നം സഹായകമാകട്ടെ. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.